കുറ്റ്യാടി മേഖലയിൽ ജനങ്ങളിൽ ആശങ്ക പരത്തുന്നതും വിഭാഗീയത സൃഷ്ടിക്കുന്നതുമായ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വടകര എഎസ്പിയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരണം ശക്തമാക്കുമെന്നും എഎസ്പി എ.പി. ചന്ദ്രൻ പറഞ്ഞു. സമീപകാലത്ത് കുറ്റ്യാടിയിൽ സോഷ്യൽ മീഡിയ വഴി ജനങ്ങളിൽ ആശങ്കയും വിഭാഗീയതയും സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രചരണങ്ങൾ നടന്നുവരികയാണ്. കുറ്റ്യാടിയിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രാസലഹരി പീഡനം പുറത്തുകൊണ്ടുവന്നിരുന്നു. എന്നാൽ ഈ സംഭവം പോലീസിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമമുണ്ടായി. രക്ഷിതാക്കൾക്ക് കുട്ടികളെ പുറത്തുവിടുന്നത് പോലും ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ. സോഷ്യൽ മീഡിയ വഴി അനാവശ്യ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റം കുറ്റകരമാണെന്നും ഇതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും വടകര എഎസ്പി എ.പി. ചന്ദ്രൻ പറഞ്ഞു. ഈ പ്രദേശത്തെ ചില ആൾക്കാരുടെ പ്രവർത്തനത്തിൽ വിഭാഗീയത ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഈ ചില ക്രൈംസ് വരുമ്പോൾ അതിനെ വേറെ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള കമൻസുകളും പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഉണ്ടാക്കുന്നത് നമ്മളെ നാട്ടിൽ സമാധാനക്കേട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അതിനെ നമുക്ക് രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ആ ഒരു ഗൗരവം അവർ മനസ്സിലാക്കുകയും ഇനി നാട്ടിൽ നമ്മൾ ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കില്ല എന്നും ഈ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ആ കാര്യങ്ങളിലെ ജാഗ്രത കുറവോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വലായ രീതിയിൽ നോക്കാമെന്നും അല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം രീതിയിലുള്ള പ്രചരണത്തിനെതിരെ നമ്മൾ ശക്തമായി നടപടിയെടുക്കും. ലഹരിക്കെതിരെ ബോധവൽക്കരണം ശക്തമാക്കും. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. അർദ്ധരാത്രി കഴിഞ്ഞും ടൗണുകളിൽ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി, ജില്ലാ കളക്ടർ, പഞ്ചായത്ത് എന്നിവരുമായി ആലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ നാദാപുരം ഡിവൈഎസ്പി പി. ചന്ദ്രമോഹൻ, CI SP കൈലാസനാഥ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT നഫീസ, വൈസ് പ്രസിഡന്റ് TK മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.